അധ്യാപകൻ്റെ പണി പഠിപ്പിക്കലാണ്, പഠിപ്പിച്ചിട്ട് വീട്ടിൽ പോകണം. അല്ല കുട്ടി എങ്ങനെ പോകും, എങ്ങനെ പോകേണ്ട മുതലായ പരിപാടികൾ അത് വേറെ സംവിധാനങ്ങളുണ്ട്, വേറെ കോളേജിൻ്റെ അഡ്മിനിസ്ട്രേഷനുണ്ട്. ക്ലാസ്സിൽ ഒരു കുട്ടിയെ അപമാനിച്ചാൽ ആ കുട്ടി നന്നായി കളയും. കുട്ടിയുടെ നന്മയ്ക്ക് വേണ്ടിയാണെന്നാണ് പറയുന്നത്. സ്കൂളിൽ ഇപ്പോഴും കുട്ടികളെ അടിക്കുന്നുണ്ടല്ലോ, ഇപ്പോഴും ഇല്ലേ? എന്ത് മർദ്ദിച്ച് നിങ്ങൾ നന്നാക്കുമെന്ന് പറയുന്നത് ചികിത്സയുടെ പാഠ്യപദ്ധതിയുടെ ഏത് വ്യവസ്ഥയിലാണുള്ളത്? ഇപ്പോൾ സയൻറ്റിഫിക്കലി ആരെങ്കിലും അത് അംഗീകരിച്ചിട്ടുണ്ടോ? ഇതൊന്നുമില്ല. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അധ്യാപനം എന്താണെന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു അബദ്ധധാരണ, ഞങ്ങൾ മറ്റേ സർവജ്ഞ പീഠം കയറിയവരും ബാക്കി എല്ലാവരും വളരെ മോശമായിട്ടുള്ള ആളുകളും ഞങ്ങൾ വിദ്യ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പം അയാൾ ഇങ്ങനെ എടുക്കും, അപ്പോൾ മര്യാദയ്ക്ക് എടുത്തില്ലെങ്കിൽ ഞങ്ങൾ എടുപ്പിക്കും എന്ന രീതിയിൽ പഠിപ്പിച്ച് വിദ്യാർത്ഥികളെ നന്നാക്കാം, തലമുറയെ വാർക്കാം എന്ന് പറഞ്ഞിട്ട് വരുന്ന അധ്യാപകരാണ് ഈ പ്രശ്നം. നിങ്ങളുടെ പണി അതല്ല, നിങ്ങളെ കൊണ്ട് അതിന് കഴിയുകയുമില്ല, അതിനുള്ള കപ്പാസിറ്റി നിങ്ങൾക്കില്ല. നിങ്ങൾ പഠിപ്പിക്കാൻ വന്നവരാണ്. അറിവ് ഇങ്ങനൊരു ഇതാണ് ഇൻഫർമേഷൻ. ഈ ഇൻഫർമേഷൻ കൊടുക്കുക, അത് ആ കുട്ടി എടുക്കാതിരിക്കും. ചിലപ്പം അവർക്ക് എന്താ കപ്പാസിറ്റി കുറവായിരിക്കും, അവരുടെ താല്പര്യം പറയും. പക്ഷേ അവരെ ഇൻസൾട്ട് ചെയ്യാനുള്ള അവകാശം അത് സ്കൂളിലായാലും കോളേജിലായാലും നിങ്ങൾക്കില്ല. ഇപ്പോൾ പ്രേമലേഖനം ക്ലാസ്സിൽ പിടിച്ചാൽ മറ്റേ എല്ലാവരെയും കൊണ്ട് വായിപ്പിക്കുന്ന ഒരു പരിപാടി സ്കൂളുകളിൽ കേട്ടിട്ടില്ലേ? ടീച്ചറെ നാട്ടുകാരെ മുഴുവൻ അറിയിക്കുക, പരസ്യമായി അപമാനിക്കുക. ഇത് എന്ത് പരിപാടിയാണ്? അവിടെ മുതലാണ് പ്രശ്നം. വിദ്യാർത്ഥി അധ്യാപകൻ എന്ന് പറഞ്ഞൊരു ബന്ധം എന്താണെന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു അടിസ്ഥാനപരമായ ഒരു വിഷയം ഇതിനകത്തുണ്ട്. അത് മനസ്സിലാവാതെ എല്ലാം ഞാൻ ചെയ്യും, എനിക്ക് എൻ്റെ അധീനതയിലാണ്, ഇത് എൻ്റെ രാജ്യമാണ്, ഇത് മുഴുവൻ എൻ്റെ പ്രജകളാണ് എന്ന മറ്റുള്ളൊരു അധ്യാപകൻ, ഒരു പ്രധാനാധ്യാപകൻ നിന്നാൽ ഇത് കൈവിട്ടു പോവുകയുള്ളൂ. പണ്ടും ഇതൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പോൾ ഇത് കുറച്ചുകൂടെ സജീവമായി ചർച്ചയാവുന്നു എന്നുള്ളതാണ്.